നമസ്കാരം. ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഒരു അടിപൊളി സാധനമാണ്. അപ്പോൾ ഈ അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ഇതുണ്ടെങ്കിലേ തീരത്തുള്ളൂ. അപ്പം ഇത് വെച്ചിട്ടാണ് നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. പഠിച്ചാൽ നല്ല ഗുണം ചെയ്യും. മാത്രമല്ല സംസാരത്തിൽ മാത്രമല്ല OET IELTSനൊക്കെ നമുക്ക് എസ്സേകളൊക്കെ എഴുതാൻ വേണ്ടി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഓൾദോ, ദോ, ഈവൻ ദോ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇത് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ്റെ അകത്ത് വരുന്നതാണ്. മൂന്നിനും ഒരേ മീനിങ് ആണ്. നമ്മൾ കോൺട്രാസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഓൾദോയും ദോയും ഈവൻ ദോയും ഉപയോഗിക്കുന്നത്. കാരണം അതിനൊരു മീനിങ് നമുക്ക് എടുത്തു പറയാൻ പറ്റത്തില്ല, എന്നാലും എന്നിട്ടും എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. എക്സാമ്പിൾ പറയാം, ഒരു തമാശ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു മനുഷ്യൻ, അവൻ പള്ളിയിൽ ഭയങ്കര ഭക്തനാണ്, ഒരു മാലാഖ പോലെയാണ്. പക്ഷേ വീട്ടിൽ വന്ന പിശാചിൻ്റെ കൂട്ടാണ്, കലം തല്ലി പൊട്ടിക്കും, ഭാര്യയെ അടിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പുള്ളിയുടെ പരിപാടി. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി എങ്ങനെ പറയാം? അപ്പോൾ ഒന്നാമത്തെ സെൻറ്റൻസ്, അവൻ പള്ളിയിൽ ഒരു ഏഞ്ചലാണ്. അപ്പോൾ അതിന് ഇംഗ്ലീഷ് എങ്ങനെ പറയും? You don't understand. He is an angel at church. പള്ളിയിൽ he is an angel at church. Even though he is an he is an angel at church. Second sentence, he is a devil at home. അപ്പോൾ പള്ളിയിൽ ഏഞ്ചലാണ്, വീട്ടിൽ ഡെവിളാണ്. അപ്പോൾ നമുക്ക് ഓൾദോ വെച്ചിട്ട് അവൻ, മലയാളത്തിൽ എങ്ങനെ പറയും? അവൻ പള്ളിയിലൊരു മാലാഖയാണെങ്കിലും വീട്ടിൽ ഒരു പിശാചാണ്. അപ്പോൾ നമുക്ക് ഓൾദോ എടുത്ത് ആദ്യമേ ഇടാം. ഓൾദോ, ഈവൻ ദോ, ദോ മൂന്നും ഒരേ മീനിങ് ആണ്. ചില സമയത്ത് നമുക്ക് ഒന്ന് മറ്റേനേക്കാളും ബെറ്ററായിട്ട് സൗണ്ട് ചെയ്യും, കേൾക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പറഞ്ഞു നോക്കാം എങ്ങനെയാണ് നമ്മൾ ആ സെൻറ്റൻസ് പറയുന്നത്. അവൻ പള്ളിയിൽ ഒരു മാലാഖയാണെങ്കിലും വീട്ടിലൊരു പിശാചാണ്. വളരെ എളുപ്പമാണ്. 2 സെൻറ്റൻസ് ഉണ്ട്. ആ സെൻറ്റൻസിൻ്റെ തുടക്കത്തിലിടാം, അല്ലെങ്കിൽ ഇടയ്ക്കിടാം. മനസ്സിലായി? അപ്പോൾ തുടക്കത്തിലിട്ട് നോക്കാം നമുക്ക്. ഓൾദോ ഹീ ഈസ് ആൻ ഏഞ്ചൽ അറ്റ് ചർച്ച്. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു കോമ വരും കേട്ടോ. ഓൾദോ ഹീ ഈസ് ആൻ ഏഞ്ചൽ അറ്റ് ചർച്ച്. കോമ എവിടെ വേണ്ടി? നമുക്ക് എവിടെ ശ്വാസം എടുക്കണോ അവിടെ എല്ലാം കോമ വേണം. ഓൾദോ ഹീ ഈസ് ആൻ ഏഞ്ചൽ അറ്റ് ചർച്ച്, at home he is a devil. That is very funny. Yes, it is funny. അല്ലെങ്കിൽ നമുക്ക് that is seriously the real people are like that, some people in reality. Unfortunately, പക്ഷേ അങ്ങനെ ആകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മൾ രണ്ടിടത്തും ഒരേപോലെ ആയിരിക്കണം. അല്ലെങ്കിൽ അതിന് ഒരു what do you call that if you are not the same person in 2 places? Hypocrite എന്ന് പറയാം. ഒരാൾ പറയുന്നത് വേറെ, ചെയ്യുന്നത് വേറെ. ഓക്കെ, നമുക്കപ്പം അങ്ങനെ തുടങ്ങാം സെൻറ്റൻസ്. അല്ലെങ്കിൽ നമുക്ക് അതെടുത്ത് ഇടയ്ക്കിടാം. ഹീ ഈസ് എ ഡെവിൾ അറ്റ് ഹോം ഓൾദോ ഹീ ഈസ് എൻ ഏഞ്ചൽ അറ്റ് ചർച്ച്. കണ്ടോ? ഇടയ്ക്കിടാം, തുടക്കത്തിലിടാം. അതാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ്റെ പ്രത്യേകത. പിന്നെ ഈ ഓൾദോയ്ക്കും ദോയ്ക്കും ഈവൻ ദോയും തുടക്കത്തിൽ വന്നാലും ഇടയ്ക്ക് വന്നാലും കോമ ഇടണം, ഒന്നാമത്തെ സെൻറ്റൻസ് കഴിഞ്ഞിട്ട്. പക്ഷേ മറ്റുള്ള സബോർഡിനേറ്റിംഗ് കൺജങ്ഷന് തുടക്കത്തിൽ വന്നാൽ മാത്രമേ കോമ ഇട്ടാൽ മതി. ബിഫോർ യു ഗോ പ്ലീസ് കോൾ മീ. കണ്ടോ? ആ ഒന്നാമത്തെ സെൻറ്റൻസ് കഴിഞ്ഞിട്ട് കോമ. അപ്പോൾ നമുക്ക് വീണ്ടും 2-3 കാര്യം കൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഡു യു ഹാവ് അനദർ എക്സാമ്പിൾ? ഓക്കെ, അവൻ പരീക്ഷയ്ക്ക് ഒന്നും പഠിച്ചില്ലെങ്കിലും അവൻ ജയിച്ചു. അപ്പോൾ അവൻ ഒന്നും പഠിച്ചില്ല എന്നിട്ടും ജയിച്ചു. Although he didn't study well for the exam, he passed. കണ്ടോ? Another example. അല്ലെ തിരിച്ചെങ്ങനെ പറയാം? He passed the exam although he didn't study. The crow. കാക്ക ഇരുന്ന് അലച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ. Go. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായോ? Although, though, even though. Even though he is an angel at church, at home he is a devil. അതിൻ്റെ ഇടയ്ക്ക് ബട്ടും ഒന്നും ചേർക്കണ്ട. ബട്ടൊക്കെ കോർഡിനേറ്റിംഗ് കൺജങ്ഷനാണ്. ഓൾദോ മതി, ഒരു തുടക്കത്തിൽ അല്ലെങ്കിൽ ഇടയ്ക്കിട്ടാൽ മതി. അപ്പോൾ തന്നെ കണക്റ്റായി, 2 സെൻറ്റൻസ് കണക്റ്റായി. പിന്നെ വേറെ എന്താണ് എക്സാമ്പിൾ പറയുന്നത്? നിങ്ങളൊരു എക്സാമ്പിൾ പറഞ്ഞ് നോക്കാമോ? കമൻറ്റിൽ എഴുതാമോ ഒരു എക്സാമ്പിൾ? ഓൾദോ വെച്ചിട്ട് അല്ലെങ്കിൽ ഈവൻ ദോ വെച്ചിട്ടൊരു എക്സാമ്പിൾ നിങ്ങൾ കമൻറ്റിൽ എഴുതുക. അപ്പോൾ ഞാൻ നോക്കട്ടെ അത് കറക്റ്റാണോ. അപ്പം നമുക്ക് പിന്നെ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ കൺജങ്ഷൻസ് പഠിക്കാം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റിങ്ങിലും സ്പീക്കിങ്ങിലും ഒക്കെ നിങ്ങൾക്ക് നല്ലതായിട്ട് ഗുണം ചെയ്യും. പിന്നെ ഇതിനെ ഒത്തിരി കോംപ്ലക്സ് ആക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പീസൊക്കെ ചേർത്തിട്ട് ഭയങ്കരമായിട്ട് കോംപ്ലക്സ് ആക്കാം. എക്സാമ്പിൾ, ഇലക്ഷന് നിൽക്കുകയാണ് ഒരാൾ.
അപ്പോൾ പുള്ളിക്കാരൻ ഇലക്ഷനിൽ നിന്ന്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ എഴുതുക, നമ്മൾ നോക്കാം അത് ശരിയാണോ, എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. അടുത്ത വീഡിയോയിൽ കാണാം. കൂടുതൽ ഗ്രാമറുകൾ, കൂടുതൽ സ്പോക്കൺ ഇംഗ്ലീഷ് ടിപ്സുമായിട്ട് വരുന്നതായിരിക്കും. യു ഹാവ് എനിത്തിങ് ടു സേ? Adiboli. അടിപൊളി. ഓക്കെ, ടേക്ക് കെയർ, ബൈ.